അസിലി ട്രാവലറിലേക്ക് സ്വാഗതം. നമ്മുടെ കോങ്ങാടിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. 14 എബോ 40 വയസ്സിന് മേലെയുള്ള എല്ലാവർക്കും അതിൽ അംഗമാകാം. അതിൽ നമ്മൾ ജനിച്ചു വളർന്ന ആ ഒരു സാഹചര്യം, പശ്ചാത്തലമൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു ഗ്രൂപ്പായതുകൊണ്ട് ആ ചർച്ചകൾ, അതിൻ്റെ ആ പഴയ കാലത്തെ ആ മനോഹരമായ ചരിത്രം, നിലവിൽ ആ ഒരു സാഹചര്യം മാറി ഒരുപാട് പുരോഗമിച്ച നമ്മുടെ കോങ്ങാടിൻ്റെ ആ മഹത്തായ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൽ ഈ ചർച്ചകൾ ചെയ്ത പഴയ ആ സംഭവങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. എല്ലാവർക്കും വീഡിയോയ്ക്ക് സ്വാഗതം. നമ്മുടെ പഴയ ചന്തയുടെ കവാടത്തിൽ നിന്നും തുടക്കം കുറിക്കാം. എല്ലാവരും വീഡിയോ കാണുക. ഇനിയുള്ളത് നമ്മുടെ സുഹൃത്തുക്കളുടെ ഓർമ്മയിലുള്ള വോയിസുകളായിരിക്കും. ഇപ്പം ബസ് ഉള്ളിലേക്ക് കയറുന്ന സ്ഥലത്ത് ഒരു വലിയ മതിലായിരുന്നു, ഇടിഞ്ഞു പൊളിഞ്ഞ മതിലെന്ന് പറയാം. അതിനോട് ചേർന്ന് 2 പുളിമരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ ഭാഗത്ത് കൂടെ, അവിടെയാണ് ആ ഇടിഞ്ഞു പൊളിഞ്ഞ അതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ ചന്തൻ്റെ ആ വഴി അല്ലാതെ പഴയ പാർട്ടി ഓഫീസിൻ്റെ അതിൻ്റെ വഴിയല്ലാതെ ഈ വഴി കൂടെയാണ് അധികം ആൾക്കാർ കയറിപ്പോയിരുന്നത്. അവിടെ കുറേ വലിയ കൊട്ടയിൽ കയറ് കെട്ടിയിട്ട് കോഴി വാങ്ങാൻ കുറേ ആൾക്കാർ വന്നു നിന്നിരുന്നു. പടിഞ്ഞാട്ടുനിന്നും തമിഴന്മാരുണ്ടോയെന്നറിയില്ല, പടിഞ്ഞാട്ടുകാരാണ് ഉണ്ടത് കൂടുതൽ. വലിയ കൊട്ട വട്ടി, നല്ല വലിപ്പമുള്ളത് വട്ടത്തിൽ, അതിലിങ്ങനെ കയറും കൊണ്ട് മേടിഞ്ഞിട്ട് ഇങ്ങനെ കോഴി വാങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇടും. അതിൻ്റെ തന്നെ നമ്മുടെ ചേക്കൊക്കെ ചക്ക മുറിച്ച് വിറ്റിരുന്നു. അതിൻ്റെ ആ ഭാഗത്ത് അടുത്തായിട്ട് തന്നെയാണ് നമ്മുടെ നാഗടുത്ത് പൂളക്കിഴങ്ങ് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് പുഴുങ്ങി വിറ്റിരുന്നത്. അതേപോലെ പാർട്ടി ഓഫീസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി പറഞ്ഞ കുറേ വളക്കച്ചവടക്കാർ മറ്റേ കളറ് ചോക്ക് മുട്ടായി, പെൻസിൽ മുട്ടായി പറഞ്ഞിട്ടുള്ള കളർ മുട്ടായികൾ. അതിൻ്റെ ഇടയിൽ ആരോ ഒരാളുണ്ട് ചുക്ക് കാപ്പി, കട്ടൻ ചായ, ചുക്ക് കാപ്പി വെക്കുന്ന ഒരാളുണ്ട്, മോരും വെള്ളം വെക്കുന്ന ആളുണ്ട് കുടത്തിൽ കൊടുത്തിട്ട്. ആ ഒരു സൈഡിൽ അങ്ങനെ ഇറച്ചിക്കടകളായിരുന്നു. ഇടതു ഭാഗത്ത് ഇറച്ചിക്കടകൾ കഴിഞ്ഞാൽ നമ്മുടെ ആമിന ലൈറ്റ് സൗണ്ട് കുഞ്ഞാപ്പുക്കാൻ്റെ ഒരു സ്റ്റാളാണ്. അതിനോട് തൊട്ട് തന്നെയാണ് കത്തി മൂർച്ചാക്കുന്ന സ്ഥലം. അത് കഴിഞ്ഞാൽ നമ്മുടെ അബ്ദുള്ളക്കാൻ്റെ, നമ്മുടെ റഷിഖാൻ്റെയും മറിൻ്റെയും ഹംസക്കുട്ടിൻ്റെയൊക്കെ വാപ്പാൻ്റെ അബ്ദുള്ളക്കാൻ്റെ ചായക്കട. അത് കഴിഞ്ഞാൽ അപ്പുറത്തെ സെക്ഷനിലേക്ക് പോയി. പിന്നെ അങ്ങോട്ട് അങ്ങനെ ഉണക്കമീൻ സെക്ഷനാണ് ആ ഭാഗത്ത് കൂടെ. അങ്ങനെ എൻ്റെ പഴയ ആ ഭാഗത്ത് തന്നെ ഈ അബ്ദുള്ളക്കാരൻ്റെ കടൻ്റെ മുമ്പിലാണ് കായ്കറികൾ, നാടൻ പച്ചക്കറികൾ വരിക. കായക്കൊല, കൂർക്ക, ചേമ്പ്, താള് പറഞ്ഞ മാതിരിയുള്ള സാധനങ്ങൾ. പിന്നെ കുമ്പാരന്മാർ ചട്ടി വെക്കാൻ വെച്ചിട്ടുണ്ടാവും അവിടെ. അങ്ങനെ കുറേ കാര്യങ്ങളാണ് എൻ്റെ ഓർമ്മ. അത് കഴിഞ്ഞാൽ അങ്ങനെ ഉണക്കമീൻ ഒരു സെക്ഷനാണ്. കുറച്ചുകൊണ്ട് പോയ ഉണക്കമീൻ അത് ഒരു ഉള്ളിലേക്കായിട്ട് അതിനൊരു വാതിൽ സെപ്പറേറ്റ് ഉണ്ടായിരുന്നു. ഉള്ളിലേക്കായിട്ടൊരു ഉണക്കമീൻ കടകൾ. എൻ്റെ ചന്തയിലെ പഴയ ഓർമ്മകൾ ഇതിലൂടെയാണ്. ഒരു മറ്റേ മരുന്ന് പെട്ടിയുണ്ട്. പിന്നെ പുറത്തൊരു അതിൽ ഹംസ പറയുന്നതിൻ്റെ മുമ്പ് വേറെ കുറേ കഥകളുണ്ടായില്ലേ. അതിൽ കഥകളെന്ന് പറഞ്ഞാൽ ആ ഫ്രണ്ടിൽ പൊളിഞ്ഞ മതിലിൻ്റെ അപ്പുറത്ത് കുറേ 2 ചെരുപ്പ് കുത്തികളുണ്ട്, ഒരു മറ്റേ മരുന്ന് പെട്ടിയുണ്ട്. പിന്നെ പുറത്തൊരു ഫോട്ടോ ഫ്രെയിം ചെയ്യുന്ന ഒരാളുണ്ട്. പിന്നെ അതിൻ്റെ നടുവിൽ ഞാനും എൻ്റെ ഉപ്പയും ഇവിടെ കച്ചവടം ചെയ്തിട്ടുണ്ട്. പൂള, കാപ്പി, മത്തി, ഇറച്ചി, ഇങ്ങനെയുള്ള കഥകളൊക്കെ ഉണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് ആമിന ലൈറ്റ് സൗണ്ടിൻ്റെ പാപ്പാൻ്റെ കട ഉണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് നമ്പീറിൻ്റെ കട ഉണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് സതീഷ് ബേക്കറി ഉണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്താണ് മറ്റേ ടൈലർ കട ഉണ്ടായിരുന്നത്, സതീഷ് ബേക്കറിൻ്റെ അനിയന്. അതിൻ്റെ നേരെ മേലെ പിന്നെ 63 ബീഡി കമ്പനി. പിന്നെ അത് 13-17 ചന്തയിലത്തെ 2-3 മെയിൻ ആൾക്കാർ ഞങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. ചന്തയിലൊരു പാലക്കാട് നിന്ന് 1 എണ്ണം വരും, മുറുക്കാൻ കട. പിന്നെ തോട്ടിൻ്റെ അവിടുത്തെ ചെറുതുക്കാൻ്റെ ഉപ്പാൻ്റെ പുകലക്കട.
അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുമ്പാരത്തറയിലത്തെ ഒരു അണ്ണൻ്റെ ഒരു ഫാമിലി വന്നിട്ട് ഉമ്മയും വാപ്പയും വന്നിട്ട് ഒരു പൂളക്കിഴങ്ങ് മഞ്ഞളിലൊക്കെ മുക്കിയിട്ട് വെക്കുന്ന അതൊരു ടീം. പിന്നെ റേഷൻ കട മറന്നു പോയിട്ടുണ്ട് നിങ്ങൾ. ജനാർദ്ദൻ വൈദ്യരുടെ വൈദ്യശാല മറന്നു പോയിട്ടുണ്ട്. പണ്ട് ചന്തൻ്റെ ഉള്ളിൽ ഒരു അബ്ദുള്ളൊക്കെ ചായ കച്ചവടം ചെയ്തിട്ടുണ്ടായിരുന്നു. തിങ്കളാഴ്ച മാത്രം അവിടെ കച്ചവടം ചെയ്യുള്ളൂ. റഷീദ് ഖാൻ്റെ ഒക്കെ വാപ്പ അവിടെ വെറുതെ കിട്ടും ചായയും പരിപ്പ് വടയൊക്കെ. മദ്രസ വിട്ട് വന്നിട്ട് നേരെ അങ്ങോട്ട് ഓടും അത് കിട്ടാൻ വേണ്ടിയിട്ട്. തിങ്കളാഴ്ച മാത്രം അവിടെ കച്ചവടമുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ പള്ളിൻ്റെ അപ്പുറത്ത് അതിലൊക്കെ ചായക്കട അവിടെ വേറെ സ്ഥിരമായിട്ട് ഇറച്ചി ഇങ്ങനെയുള്ള കഥകളൊക്കെ ഉണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് ആമിന ലൈറ്റ് സൗണ്ടിൻ്റെ പാപ്പാൻ്റെ കട ഉണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് നമ്പീറിൻ്റെ കട ഉണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് സതീഷ് ബേക്കറി ഉണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്താണ് മറ്റേ ടൈലർ കട ഉണ്ടായിരുന്നത്, സതീഷ് ബേക്കറിൻ്റെ അനിയന്. അതിൻ്റെ നേരെ മേലെ പിന്നെ 63 ബീഡി കമ്പനി. പിന്നെ അത് 17ആയി. അതിൻ്റെ തൊട്ടപ്പുറത്തൊക്കെയാണ് പിന്നെ റെയിൻബോ വരുന്നത്. റെയിൻബോ കഴിഞ്ഞിട്ടാണ് ഗോപിനാഥ് കഴിഞ്ഞ് പിന്നെ അതിന് അപ്പുറത്ത് പഴയ പട്ടറിൻ്റെ കട. അത് കഴിഞ്ഞ് പരസുനായരുടെ കട. അതിൻ്റെ തൊട്ടപ്പുറത്ത് അണ്ണൻ്റെ കട, സോഡ അണ്ണൻ്റെ. അപ്പുറത്ത് പിന്നെ വാസുവേട്ടൻ്റെ സോഡ കട. അത് കഴിഞ്ഞിട്ട് രാധാസ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഉണ്ണിയേട്ടൻ്റെ ഒരു കട ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ ഇവിടുത്തെ പ്രമുഖ വ്യക്തികളാണ്. നമ്മുടെ ഷംസുക്ക, പ്രശസ്ത എന്താണ് PT മാഷ്, നാഷണൽ റെഫറിയാണ് അല്ലേ മാഷ്, അനിൽ മാഷാണ്. ഓക്കെ, നമ്മുടെ ഈ എന്താണ് ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ഭാഗം ഇതിന് മുമ്പ് ഒന്ന് വീക്ഷിച്ച് നോക്കിയാൽ എന്താണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ നിങ്ങൾ നിൽക്കാൻ ഭാഗത്ത് ഗെയ്ത്ത് അല്ലേ? ആ ഗെയ്റ്റിന് ആയിരിക്കും എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഓ, നമ്മൾ പഴയ കന്നിയന്തൻ്റെ കാലാണോ അതില്ലേ? ആ ഹാ ഹാ, അടയാളുണ്ട്. ഇവിടെയാണ് ആ തിയേറ്ററിൻ്റെ സൈഡ് അല്ലേ? ഇത് കൂടെ നമ്മൾ മൂന്ന് പിന്നെ അതിൻ്റെ നേരെ മുമ്പിൽ തിയേറ്റർ, പുറത്ത് നമ്പിയൻ്റെ ഡെല്ലുവിൻ്റെ കട. അത് കഴിഞ്ഞ് അങ്ങനെ ചന്ത ഗേറ്റിൻ്റെ അപ്പുറത്ത് മേലെ 45 നമ്പർ ബീഡി കമ്പനി. പിന്നെ താഴത്തെ രമേശിൻ്റെ മറ്റേ ഒരു കട ഉണ്ടായിരുന്നു, പാത്രക്കട. അത് കഴിഞ്ഞ് അപ്പുറത്ത് വേറെ ഏതുമില്ല. അപ്പോൾ അങ്ങനെ ചന്തയാണ്. ചന്ത അന്ന് കാണേണ്ടതാണ് അന്നത്തെ ചന്ത. അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ളതൊക്കെയാണ് അന്നത്തെ കോയക്കാൻ്റെ കടയും പിന്നെ ചായക്കട, അങ്ങനെ പലതും ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പുകുഞ്ഞിൻ്റെ കട, അതിന് മേലെ പാർട്ടി ഓഫീസ്. അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ഓർമ്മയില്ലായല്ല. പിന്നെ അവിടെ അങ്ങനെ ബാർബർ ഷാപ്പ്, ഉമ്മർഖാൻ, ആലിക്കാൻ്റെ ബാർബർ ഷാപ്പ്, ഉമ്മർഖാൻ്റെ ടൈലർ കട. അതിൻ്റെ ഇടയിലൊരു ബേക്കറി. ആ ബേക്കറിൻ്റെ അടുത്ത് തൊട്ടടുത്ത ബേക്കറിലാണ് ഇപ്പോൾ മറ്റേ യാറ നിൽക്കുന്നത്. അത്ര. പിന്നെ അതിൻ്റെ അങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ 2-3 വീടുണ്ട്. അബുദാത്തൻ്റെ വീട്, അത് ഇപ്പം ഇല്ല. അത് മറ്റേ ഭാസ്കറിൻ്റെ കട. തെക്കേപ്പാതയിലേക്ക് തിരിഞ്ഞ അടുത്ത് ആ ബസ് സ്റ്റോപ്പ് അവിടെ നമ്മുടെ മുകുന്ദൻ്റെ അച്ഛൻ്റെ, ശിവശങ്കരൻ നായരുടെ, അതേപോലെ സോഡയും നാരങ്ങ സോഡയും സർബത്തും. പിന്നെ അവിടെ മെയിനായിട്ടുണ്ടാകുക വീക്കിലികളാണ്. മംഗളം, നാന, മനോരമ, മറ്റേ അങ്ങനെയുള്ള വീക്കിലികൾ, പേപ്പറുകളൊക്കെ അങ്ങനെ പുറത്ത് തൂക്കിയിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു കടയായിരുന്നു. സച്ചി ഭവന് ഞങ്ങളങ്ങനെ ഒപ്പം പഠിച്ചാണ്. ഇവർക്ക് ഫസലുവിനും ഇവർക്കൊക്കെ അറിയാവുന്ന അവൻ്റെ അച്ഛന് അവിടെ കച്ചവടം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മനസ്സിലായില്ല. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഫസലുവിൻ്റെ വീടാണ്, നമ്മുടെ ഫസലുവിൻ്റെ. പിന്നെ അപ്പുറത്തുണ്ടായിരുന്നത് ഈ വളം ഡിപ്പോയിൽ വളമൊക്കെ വെക്കണത് അത്. പിന്നെ അങ്ങനെയാണ് പോയി കഴിഞ്ഞാൽ അവിടെ മണിക്കാരൻ്റെ വീട്, നീ പറഞ്ഞ പോലെ പപ്പടം പരത്തുന്നത്. പിന്നെ നമ്മുടെ സുരേഷ് ഡോക്ടറിൻ്റെ അച്ഛൻ അവിടെ മരുന്നശാലയൊക്കെ ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? പിന്നെ നേരെ ഓപ്പോസിറ്റാണ് മീൻപീടി മാപ്പക്കാരൻ്റെ വീട്, പട്ടപ്പര. ഓക്കെ. പിന്നെ നമ്മൾ ശിവശങ്കരേട്ടൻ പണ്ട് ചന്തൻ്റെ ഉള്ളിൽ ഒരു അബ്ദുള്ളൊക്കെ ചായ കച്ചവടം ചെയ്തിട്ടുണ്ടായിരുന്നു. തിങ്കളാഴ്ച മാത്രം അവിടെ കച്ചവടം ചെയ്യുള്ളൂ. റഷീദ് ഖാൻ്റെ ഒക്കെ വാപ്പ അവിടെ വെറുതെ കിട്ടും ചായയും പരിപ്പ് വടയൊക്കെ. മദ്രസ വിട്ട് വന്നിട്ട് നേരെ അങ്ങോട്ട് ഓടും അത് കിട്ടാൻ വേണ്ടിയിട്ട്. തിങ്കളാഴ്ച മാത്രം അവിടെ കച്ചവടമുള്ളൂ.
അത് കഴിഞ്ഞാൽ പിന്നെ പള്ളിൻ്റെ അപ്പുറത്ത് അതിലൊക്കെ ചായക്കട അവിടെ വേറെ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും അവിടെ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ മാതിരിക്കാൻ്റെ അവിടെ 4 കളവണ്ടികളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് മുഹമ്മദ് ക, ഒന്ന് ചെറുത് ക, ഒന്ന് സുലൈമാൻ ക, പിന്നെ ഒന്ന് അവിടെ ചന്ദ്രേട്ടൻ എന്ന് പറയും. അയാളുടെ അച്ഛൻ്റെ പേര് എനിക്ക് വലിയ ഓർമ്മയില്ല. ഇവിടുന്നൊക്കെ ഈ സാധനങ്ങളൊക്കെ അത്യാവശ്യം ചന്തയിൽ നിന്ന് പഴയ നമ്മുടെ ചന്തയിൽ നിന്നൊക്കെ സാധനങ്ങൾ കയറ്റി പോകുന്നത് ആ വണ്ടികളിലായിരുന്നു. കരിമ്പുഴ ചന്തയ്ക്ക് പോകുന്നതൊക്കെ അവിടുന്ന് ആ വണ്ടികളിൽ കയറ്റി പോവുക. പിന്നെ ചന്ത എന്ന് പറയുന്നത് നമ്മൾ പഴയ ചന്തകളെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ. ഫേമസ് ചന്തയാണ് കോങ്ങാടൻ ചന്ത എന്ന് പറഞ്ഞാൽ. അതിലൊരുപാട് കച്ചവടക്കാർ വരും. ശനിയാഴ്ച മുതൽ തുടങ്ങും കച്ചവടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വമ്പൻ കച്ചവടമാണ്. പലചരക്ക് കടക്കാർക്ക് അന്ന് ഉത്സവമാണ് തിങ്കളാഴ്ച ദിവസം. പിന്നെ പലചരക്ക് കട എന്ന് പറയുമ്പോൾ അന്ന് 3-4 പലചരക്ക് കടകൾക്കാണ് നല്ല തിരക്കുണ്ടാവുക. അന്ന് പരശുരാമൻ്റെ കട, ഒന്ന് പട്ടറിൻ്റെ കട, ഒന്ന് പിന്നെ ചാവക്കാടിൻ്റെ കട, അങ്ങനെ 3 കടയാണ് അവിടെ പലചരക്ക് കടയായിട്ട് അധികം ഫേമസ് ആയിട്ടുണ്ടായിരുന്നത്. അതിലൊക്കെ നല്ല കച്ചവടമായിരിക്കും. കാരണം ആഴ്ചയിൽ ഒരു ദിവസമാണ് ഈ നമ്മൾ കോങ്ങാട് പഞ്ചായത്ത് പ്രദേശത്തുള്ള എല്ലാവരും ഒരു ദിവസം ഒന്നിച്ച് വാങ്ങിച്ചിട്ട് പോകുന്നതാണ്. അതുപോലെ തന്നെ അവർ കൃഷി നട്ട് കൊണ്ടുവരുന്നത് ആഴ്ചയിൽ ഒരു ദിവസം നടന്ന് തലയിൽ ഏറ്റിയിട്ട് നടന്നിട്ടാണ് കൊണ്ടുവരിക. അന്ന് വണ്ടികളില്ല, ബസ്സുകളില്ല. പന്നിക്കോട്ടിൽ നിന്ന് വരും, കുണ്ടവമ്പാടത്ത് നിന്ന് വരും, പാറശ്ശേരിയിൽ നിന്ന് വരും, പെരുങ്ങോട് നിന്ന് വരും, ഇവിടുന്ന് കടമ്പഴിപ്പുറത്ത് നിന്ന് വരും, അതേപോലെ എഴക്കാട് നിന്ന് വരും, കുണ്ടശ്ശേരി, കേരളശ്ശേരി എന്നില്ല എന്ന് പറഞ്ഞാൽ മിക്ക സ്ഥലങ്ങളിൽ നിന്നും ഒക്കെ തല ചുമടായിട്ടാണ് കൊണ്ടുവരിക സാധനങ്ങൾ. അതിലങ്ങനെ കൊണ്ടുവന്ന് ചന്തയിൽ കൊണ്ടുവന്ന് വിറ്റ് അതങ്ങനെ പിറ്റേത്തെ ഒരാഴ്ചക്കുള്ള സാധനങ്ങൾ വാങ്ങിയിട്ട് പോക്കാണ്. അതുപോലെ തന്നെ ചന്തയിൽ നിന്ന് പോലെ പല ആൾക്കാരും നമ്മളെ കന്ന് ചന്തയിലേക്ക് വരും. അത് 4-5 ചന്തകളുണ്ട്. ആ ചന്തയിൽ നിന്നൊക്കെ വന്നിട്ട് കന്നുകളുടെ ഇവിടുന്ന് വാങ്ങിയിട്ട് പോകും. എന്നിട്ട് നടത്തിക്കൊണ്ട് പോവുകയാണ്. അന്ന് വണ്ടിയില്ല. അന്ന് കന്നുകളെ വാങ്ങി നടത്തിക്കൊണ്ട് പോവുക ചെയ്യുക. അത്രയും റിസ്ക് ആയിരുന്നു അന്ന്. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വണ്ടിയായി, സൗകര്യങ്ങളായി, എല്ലാം ആയി. അന്ന് അതില്ല. അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. അല്ല, കുട്ടേട്ടൻ്റെ കട, പരശുരാമൻ്റെ കട കഴിഞ്ഞിട്ട് നമ്മുടെ ബാലേന്ദ്ര മാഷിൻ്റെ സ്റ്റേഷനറി കടയൊക്കെ ഉണ്ടായിരുന്നില്ല അവിടെ. അത് കഴിഞ്ഞിട്ട് കോർണർ സുലൈമാൻ ഖാൻ്റെ അൽവാസികളൊക്കെ തെക്ക് റോഡിലേക്ക് എത്തുമ്പോൾ ഉണ്ടായിരുന്നത്. തമ്പിയാണ്ടന ഹോട്ടൽ ഇപ്പോൾ ഇവിടെ KSCB ആണ്. അതിൻ്റെ ഇപ്പുറത്ത് ഒരു മില്ലുണ്ടായിരുന്നു. ഇത് പോലീസ് ക്വാർട്ടേഴ്സാണ്. ഇപ്പം പോലീസ് സ്റ്റേഷനായി മാറി. ഇത് നമ്മുടെ കമ്പപ്പറമ്പ്, അങ്ങനെ നമ്മുടെ വലിയ കാവ്. ഇത് ചരിത്രമുറങ്ങുന്ന ഒരു ടാങ്കാണ്. ഞങ്ങൾ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഓടി കയറും. അതൊരു നല്ലൊരിതായിരുന്നു. പിന്നെ നാനാഭാഗം ചൊവ്വായിട്ടും മുട്ടായി ആയിട്ടും അരിനെല്ലിക്കായിട്ടൊക്കെ ഒരുപാട് വിപണിയിൽ നമ്മുടെ സഹോദരന്മാരും സഹോദരിമാരൊക്കെ ആ സൈഡിൽ വിൽക്കുന്നുണ്ടാവും. ചുവക്ക് മുട്ടായി, ചൗവ്. ഇതാണ് നമ്മുടെ ക്ഷമ. നമ്മളാദ്യമായി സിനിമ TV ഒക്കെ കാണുന്നത് ഇവിടുന്നാണ്. ദൂരദർശൻ. അതാണ് ഈ ഭാഗത്താണ് ക്ഷമ മന്ദിരമുള്ളത്. വായനശാല, നമ്മുടെ GPS കോങ്ങാട്, നമ്മുടെ ആദ്യാക്ഷരം നുകരം തന്ന നമ്മുടെ സ്വന്തം GPS കോങ്ങാട്. ഇന്ന് അത് പടർന്ന് പന്തലിച്ച് വലുതായി. സ്കൂൾ ബസ്സുകളൊക്കെ ഉണ്ട്. ഹരിത കേരളത്തിൽ ഏറ്റവും ഫസ്റ്റ് കിട്ടിയ നമ്മുടെ സ്കൂളാണ്. ഇതിവിടെ വലിയകാവിൻ്റെ കവാടമാണ്, മെയിൻ എൻട്രൻസാണ്. സ്കൂളിലെ ഇനിയും പുരോഗമനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മുടെ പഴയ 1ാം ക്ലാസ്സാണ്. ആ ബിൽഡിങ് അത് പഴയതുപോലെ തന്നെ നിൽക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ബാക്കിൽ 4ാം ക്ലാസ് പോട്ട് വരെയായിരുന്ന വലിയ ബിൽഡിംഗ് ആക്കി മാറ്റി. ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പുറത്ത് വലിയ ബിൽഡിങ്ങുകളുണ്ട്. വലിയ പുരോഗമനം തന്നെയാണ് നമ്മുടെ GPSക്ക് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ പഴയ ഓർമ്മകൾക്ക് നിലനിൽക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളുമൊക്കെ ഇതിനകത്ത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. വീണ്ടും നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന സ്ഥലം നമ്മുടെ കുമാരൻ ഡോക്ടർ
ഉണ്ടായിരുന്ന സ്ഥലമാണ് തൊട്ടപ്പുറത്തുണ്ടായിരുന്നത്. ഇത് നമ്മുടെ ഇപ്പോൾ വില്ലേജ് ഓഫീസാണ്. ഇവിടെ കുറേ കാറുകൾ, ജീപ്പ് അതൊക്കെ സ്റ്റാൻഡായിരുന്നു. ഇതാണ് കുമാരൻ ഡോക്ടർ സ്ഥലം എന്നൊരു വലിയൊരു കോംപ്ലക്സായി മാറിയിട്ടുണ്ട്. അപ്പുറത്തൊരു പുത്തൻ വീടാണ് അമ്പലത്തിന് തൊട്ടിപ്പുറത്തുള്ളത്. ഈ വ്യൂ കാണുന്നത് നമ്മുടെ GP സ്കൂളിൻ്റെ വലിയ ബിൽഡിങ്ങാണ് കാണുന്നത്. ഒരുപാട് തവണ ഓടിച്ചാടി കളിച്ച് നടന്ന നമ്മുടെ പരിസരങ്ങളാണ് ഇന്ന് വലിയ ടൗണുകളും അമ്പരച്ചുംബികളായ. സുലൈമാനൊക്കെയാണ്, പൂക്കാരൻ സുലൈമാനൊക്കെ പറഞ്ഞാൽ അറിയുള്ളൂ. നമ്മുടെ കോങ്ങാട്ടിൽ ഇവിടെ ഈ ടൗണിൽ കളിച്ച് വളർന്ന് അടിച്ച് കസർത്തിയ ആളാണ് അല്ലേ? ചെളിപ്പുക്കുഞ്ഞാനൊക്കെ പരിചയമല്ലേ? എങ്ങനെ പരിചയം എനിക്ക്? എൻ്റെ വാപ്പാൻ്റെ കൂട്ടുകാരനാണ്. അങ്ങനെയാണ് അല്ലേ? ടിക്കറ്റ് കൊടുക്കാതെ അകത്ത് തരുമോ? വാപ്പാൻ്റെ കൂട്ടുകാരനാണ്, പിന്നെ ഇപ്പോൾ ബന്ധുക്കാരാണ് അല്ലേ? പിന്നെ നമ്മുടെ കോങ്ങാട്ടിൽ ഇവിടെ ഒരുപാട് ബീഡി കമ്പനികളുണ്ടായിരുന്നല്ലോ. ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ ഒരു പഴയ ഒരു നമ്മുടെ സാംസ്കാരിക കേന്ദ്രം തന്നെ പറയാം അല്ലേ? പലതും പല സംഘടന ഉടലെടുത്തതിലൂടെയെന്ന് പറഞ്ഞിട്ടുണ്ട്. ബീഡി കമ്പനിയിൽ കൂടെ തന്നെയാണ് ഇവിടെ ഒരുപാട് ആൾക്കാരും അറിയപ്പെട്ടതൊക്കെ ബീഡി കമ്പനിയിൽ കൂടെ തന്നെയാണ്. അന്ന് ബീഡി കമ്പനി എന്ന് പറയുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ബീഡി കമ്പനി ഉള്ളത് കോങ്ങാടാണ്. എത്ര ബീഡി കമ്പനി ഉണ്ട്? ഒന്ന് പിന്നെ 333. നിങ്ങളിങ്ങനെ 17 പറയില്ല? 17 നമ്മുടെ ജ്യേഷ്ഠൻ്റെ ബീഡി കമ്പനിയാണ്. ഓക്കെ. ഒന്ന് വാപ്പാൻ്റെ ബീഡി കമ്പനി 63 ആണ്. 63 ബീഡി കമ്പനി എൻ്റെ വാപ്പാൻ്റെ ആണ്. പിന്നെ 17 നമ്പർ ബീഡി കമ്പനി വലിയ കോടീശ്വരന്മാരങ്ങൾ എൻ്റെ ജ്യേഷ്ഠൻ്റെ ആണ്. പിന്നെ 45 നമ്പർ ബീഡി കമ്പനിയും പിന്നെ മെയ്തീൻ കുട്ടിക്കാൻ്റെ ആണ്, ഷംസുഖ എന്ന് പറയും മകൻ. പിന്നെ 43 LC 43 അംസക്കുട്ടിക്കാൻ്റെ അപ്പം മെയ്തീൻ കുട്ടിക്ക നടത്തിയതാണ്. റോജാ ബീഡി അതുലിക്കാൻ്റെ ആയിരുന്നു. അതിലേക്കായിരുന്നു. അത് അവിടെ മാഞ്ചേരിക്കാവിൻ്റെ അവിടെ 43 മാഞ്ചേരിക്കാവിൻ്റെ അവിടെ. മൊത്തം കമ്പനി എന്താണ് ബീഡി കമ്പനി ഫാക്ടറി ആയിരുന്നു. 15 നമ്പർ നമ്മുടെ അതുലക്കാൻ്റെ. അപ്പോൾ എത്ര 8 പിന്നെ 15 നമ്പർ 333 45. പിന്നെ 17 നമ്പർ 63 9 നമ്പർ പിന്നെ കാക്കാപ്പോട്ടം സിദ്ദീഖാൻ്റെ ആയിരുന്നു. പിന്നെ കാക്കാപ്പോട്ടം ബീഡി കമ്പനി ഉണ്ടായിരുന്നു. പിന്നെ ചന്ദ്രപ്രകാശ് ബീഡി കമ്പനി ഉണ്ട്. അപ്പോൾ എത്രണ്ണായി? ഇതൊക്കെ ഓർമ്മ എവിടെ നിന്ന് കിട്ടി? സൂര്യപ്രകാശ് ബീഡി കമ്പനി ഉണ്ട്. പിന്നെ അവിടെ KV മൊയ്തുക്കാൻ്റെ ഒരു അതിൻ്റെ പേരറിയില്ല. KV 15 നമ്പർ ബീഡി കമ്പനി മെയ്തുക്കാൻ നമ്മുടെ കോഴിക്കോടിൻ്റെ മേലെ കുത്തിരുന്ന മെയ്തുക്കേ മെയ്തുക്കാൻ്റെ കമ്പനി ഉണ്ട്. പിന്നെ ഈ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിച്ച് കൊണ്ടുവന്ന ബീഡി കമ്പനി, പേരില്ലാത്ത ബീഡികളും കുറച്ചുണ്ടായിരുന്നു. പിന്നെയാണ് നമ്മുടെ കോട്ടയത്തെ ആലിക്കുട്ടിക്ക വന്നിട്ട് ഒരു കൈരളി തുടങ്ങിയത്. ബീഡി കമ്പനി അതിലാണ് പെൺകുട്ടികൾക്ക് തൊഴിൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് മൂപ്പര് അന്നത്തെ കാലഘട്ടങ്ങളിൽ പെൺകുട്ടികൾക്ക് വീട് തിരപ്പ് പഠിപ്പിച്ച് വീടുകളിലൊക്കെ പോയിട്ട് വീട് തിരച്ച് എലിയും പോലെയും വാങ്ങിക്കൊണ്ടുവന്ന് കൊടുത്താൽ. അതുപോലെ കുറെ ഫർണിച്ചർ പണി പഠിച്ചു കൊടുത്തില്ലേ? അങ്ങനെ ഫർണിച്ചർ പണി അന്നത്തെ പിന്നെ തൊഴിലില്ലാത്ത മേഖലയിൽ ഇങ്ങനത്തെ തൊഴിലുകളാണ് അന്ന് കണ്ടെത്തിയത്. ഇപ്പോൾ ഓരോരുത്തരും ഓരോ തൊഴിലിലേക്ക് മാറി. ബീഡി കമ്പനി ചുരുങ്ങിയത് 10-15 ബീഡി കമ്പനി ഇപ്പോൾ കോങ്ങാടുണ്ടായിരുന്നു. അവിടുന്നാണ് ഈ രാഷ്ട്രീയ ആൾക്കാരൊക്കെ രാഷ്ട്രീയത്തിൽ വന്നതും അതിൽ പേരെടുത്തതൊക്കെ അങ്ങനെയാണ് ബീഡി കമ്പനി വഴി. അപ്പോൾ നമ്മുടെ കോങ്ങാടിൻ്റെ ഒരു അടിസ്ഥാനം തൊഴിലിപ്പോൾ അതില്ല, അന്യദിനപ്പെട്ടു പോയില്ലേ? കോങ്ങാട് പോലീസ് സ്റ്റേഷൻ അംസക്കച്ചേരി എന്നാണ് പറയുന്നത്. അംസക്കച്ചേരി അതെന്താ അങ്ങനെ പറയാൻ കാരണം? അങ്ങനെ പറയാൻ എന്താ കാരണം എന്ന് എനിക്കറിയാം. ഞാൻ അന്ന് വളരെ ചെറുതാണ്, 4-6 വയസ്സ് 7 വയസ്സൊക്കെ ഉള്ള പ്രായത്തിൽ പറയുന്ന കേട്ട അറിവാണ് അംസക്കച്ചേരി. പിന്നെ അതിൻ്റെ ശേഷമാണ് ഇവിടെ ഈ നാരായണൻകുട്ടികളുടെ തല പോയത്. 7 വയസ്സൊക്കെ ഉള്ളൂ. അന്ന് പോലീസ് നായക ബീഡി കമ്പനിയിലൊക്കെ വേണ്ടി ആൾക്കാരങ്ങനെ ഇതൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മാഞ്ചേരിക്കാവിലെ ബസ്സുകൾ അല്ലേ? പാലക്കാടേക്ക് പോണ ബസ് അന്ന് നിങ്ങൾ പൂളക്കാൻ കച്ചവട? അതെ. പോണ ബസ് സുമംഗലി ഗോപേട്ടൻ്റെ വഴി 7 മണിക്ക് മുദ്രവഴി പോകും. ആര്? അതാ പാലക്കാട് നിന്ന് വരുന്ന ബസ്സുകൾ മറ്റേ സുമംഗലി ഗോപേട്ടൻ്റെ ആ ഭാഗത്തും പാലക്കാട് നിന്ന് ചെറുപ്പളശ്ശേരി വഴിക്ക് വരുന്ന ബസ് അണ്ണൻ്റെ പിന്നെ വാസുമായരിൽ സോഡ കടണ്ട് അതിൻ്റെ മുമ്പിലും കൊണ്ടുവന്ന് വയ്ക്കാം.
പിന്നെ ചന്തയിൽ വരുന്ന ആൾക്കാർ പല കച്ചവടക്കാരായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അവർ ഇവിടെ വന്ന് കച്ചവടം ചെയ്ത് രാത്രി ഒരു 7-8 മണി വരെ കച്ചവടം ഉണ്ടാവും. കന്നുകാലി ചന്തയും അതേമാതിരി പച്ചക്കറി ചന്തയും ഉണ്ടാവും. ഈ ചന്തയിൽ ജീവിക്കുന്ന കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് ഇത് ഉള്ളവും. ഇപ്പം അതെല്ലാം മാറി കടകൾ വന്നു. അങ്ങനെ ചന്ത ചന്ത അല്ലേ? ഹായ്. ഒരു 70 കാലഘട്ടങ്ങളിൽ ജനിച്ച ആളുകൾക്ക് 1970 അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 തലമുറ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, കാണാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ പുതിയ ന്യൂജൻ അത് നമ്മുടെ വല്യപ്പാർ അങ്ങനെ അറിയുന്ന ഉപ്പാരൊക്കെ ഒന്നും അവർക്ക് അങ്ങനെ അത് കാണാൻ പറ്റില്ല. പക്ഷെ നമുക്ക് നമ്മുടെ വല്യപ്പാരുടെ ആ ഒരു സാഹചര്യവും ഇപ്പോഴത്തെ ന്യൂജൻ, അതായത് ഓരോ കാലഘട്ടങ്ങളിലാണല്ലോ ഓരോരോ സംസ്കാരങ്ങൾ അതായത് ഇപ്പോൾ കാളവണ്ടി യുഗം കഴിഞ്ഞാൽ പിന്നെ വാഹനങ്ങളുടെ യുഗമായി, ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ. നമ്മൾ ആ സ്റ്റെപ്പിൽ പെട്ടു എന്നുള്ളതാണ്. ഏറ്റവും ഭാഗ്യവാന്മാരാണ്, നമുക്ക് 2 തലമുറയും കാണാനുള്ള ഭാഗ്യമുണ്ടായി എന്നുള്ളതാണ്. ഈ ഒരു 50 വയസ്സിൽ അതിന് മേലെ നിൽക്കുന്ന അത്യാവശ്യമുള്ള ആളുകൾക്കൊക്കെ അതിൻ്റെ ഒരു ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചുറ്റും നമ്മൾ ജീവിച്ചിരുന്ന ആ പരിസരത്തിന് മുൻപ് എങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പോഴെങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ കണ്ടിരുന്ന ആ കാഴ്ചയെല്ലാം മൺമറഞ്ഞു പോയി. അത് വീണ്ടും നമുക്കത് റിപ്പീറ്റ് ചെയ്യാൻ ഒരവസരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ഇടുന്നത്. നമ്മൾ ഇപ്പോൾ നിലവിൽ നിങ്ങൾക്കെല്ലാവർക്കും ഈ നമ്മുടെ നാടിൻ്റെ എല്ലാ സ്പന്ദനങ്ങളും കണ്ടുകൊണ്ട് പഴയ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ആ ഒരു വോയിസും കേട്ട് സംതൃപ്തിയായി ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത ഇനിയും ഇതേപോലെ ഒരുപാട് ഏരിയകളുണ്ട്, അതൊക്കെ കവർ ചെയ്തുകൊണ്ട് നല്ല വീഡിയോ എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.